ഇന്ന് പത്രവിശേഷങ്ങളൊക്കെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ലിജോ വർഗീസാണ് എനിക്കൊപ്പം ഉള്ളത്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നേരെ പത്രവിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? തീർച്ചയായും ഒരുപാട് വാർത്തകളുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കേസും കൂട്ടവും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മറ്റു വാർത്തകളുണ്ട്. അപ്പം നമുക്ക് വളരെ വേഗത്തിൽ പത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വാർത്തകൾ പ്ലേസ് ചെയ്ത് എന്ന് നോക്കി നമുക്ക് വരാം. മാതൃഭൂമിയിൽ എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി അതിന് 2 ഒന്നാം പേജുകളുണ്ട്. സ്വാഭാവികമായി ഓണമാകുമ്പോൾ പരസ്യം കൂടുതലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ ആണ്. എന്നാലും ആദ്യത്തെ പേജിലുള്ളൊരു വാർത്ത നിയമനിർമ്മാണത്തിനായി കേരളം എന്നുള്ളതാണ്. തെരുവ് നായ നിയന്ത്രണത്തിൽ രാഷ്ട്രപതിയുടെ അനുമതി തേടും എന്നുള്ളതാണ്. തെരുവ് നായ നിയന്ത്രണത്തിന് നിയമനിർമ്മാണം നടത്താനൊരുങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. എന്നാൽ മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് 2 വാർത്തകൾ ആദ്യം തന്നെ ഉണ്ട്. രാഹുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അതൊരു രാഹുൽ പേജ് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഇന്ന് മനോരമ ഒന്നാം പേജിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എന്നുള്ളതാണ്. കേസിന് ആധാരം ശബ്ദരേഖ എന്നുള്ള വാർത്തയാണ്. അതിന് തൊട്ട് താഴെ ശനിയാഴ്ച ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ എന്നുള്ളതാണ്. അങ്ങനെ 2 വാർത്തയുണ്ട്. തൊട്ടുപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ ഒരു വാർത്തയുണ്ട്. അതാണ് ഏതാണ്ട് ഒരു രാഹുൽ വാർത്തകളിലാണ് മനോരമ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒന്നാം പേജ്, അതായത് ഇന്ന് 2 പത്രങ്ങൾക്കും അങ്ങനെ 2 ഒന്നാം പേജുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ഒന്നാം പേജിൽ മനോരമയിലുള്ളൊരു വാർത്ത ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം, കുരുക്കഴിഞ്ഞ് പട്ടയഭൂമി എന്നുള്ളതാണ്. നിർമ്മിച്ച വീടുകൾ അപേക്ഷാ ഫീസ് മാത്രം ഈടാക്കി ക്രമീകരിക്കും. കൈമാറിയ ഭൂമിക്ക് ന്യായവിലയുടെ നിശ്ചിത ശതമാനം ഫീസ് വരും എന്നുള്ളതാണ്. അത്തരത്തിൽ മലയോര മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് മനോരമ പേജിൽ കുറേ കൂടി നന്നായി കുറേ ഭംഗിയായി അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 പത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പത്രങ്ങളിൽ അത്ര കാര്യമായി എടുക്കാത്തൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിയിലുണ്ട്. അത് ക്യാമറയിൽ അഴിമതിയില്ല ഹൈക്കോടതി എന്നുള്ളതാണ്. നാണം കെട്ട് പ്രതിപക്ഷം എന്നുള്ളതാണ് ഇതിൻ്റെ ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത്. തള്ളിയത് വി.ഡി. സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഹർജികൾ. പൊതുതാൽപര്യ ഹർജിക്ക് വിശ്വാസയോഗ്യമായ തെളിവ് വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ള വാർത്തയും ഇന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോരമയുടെ ഒന്നാം പേജിൽ അത് മറ്റു പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. അത് നമുക്ക് ആ ഫോട്ടോയാണ് വല്ലാതെ അതെല്ലാ പത്രത്തിലുമുണ്ട്. ഉരുകി മനം എന്നുള്ളതാണ്. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതികളെ ഹൈക്കോടതി വിട്ടയച്ചതറിഞ്ഞ് തിരുവനന്തപുരത്തെ കരമന ഉള്ള വീട്ടിൽ വിതുമ്പുന്ന അമ്മ പ്രഭാവതി അമ്മയുടെ ചിത്രമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ച് ഈ പത്രങ്ങൾ രാവിലെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു ചിത്രമാണ് എന്ന് പറയേണ്ടി വരും. അത് മനോരമയും മറ്റു പത്രങ്ങളും അത് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വാർത്ത ഇന്ന് മാധ്യമം പത്രത്തിലുണ്ട്. മാധ്യമം പത്രത്തിൽ അത് നൽകിയിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ആ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതയാണ്. അത് ഇങ്ങനെയാണ്: 28 നായ്ക്കളെയും 8 വയസ്സുകാരനെയും വാടക വീട്ടിൽ ഉപേക്ഷിച്ച് പിതാവ് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതായത് അത് ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 26 നായ്ക്കളും 8 വയസ്സുകാരനെ മകനെയും വീട്ടിൽ നിർത്തി അച്ഛൻ എവിടേക്കോ പോയി എന്നുള്ളതാണ് ആ വാർത്ത. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 47-ാം ഡിവിഷനിൽ എരൂർ തൈക്കാട്ട് ദേവി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. 3-ാം ക്ലാസ് പഠിക്കുന്ന മകനെയാണ് അങ്ങനെ ഉപേക്ഷിച്ച് പോയത്. കുട്ടി ഫോണിൽ പോലീസിനെ വിളിച്ചപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത്. തിങ്കളാഴ്ച പോലീസ് എത്തി നായ്ക്കളെ മാറ്റുന്ന തരത്തിലേക്ക് മാറി. അതായത് അത്രയും വലിയ നായ്ക്കൾ അത് റോഡിലൂടെ അലഞ്ഞു നടക്കും. ഒരുപക്ഷെ നമ്മൾ ആദ്യം മാതൃഭൂമിയിൽ വായിച്ച വാർത്ത ഈ നായ്ക്കളുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്രയും നായ്ക്കൾ അത് റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യരും കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നൊരു വാർത്തയാണെന്ന് മാധ്യമം ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ മാതൃഭൂമിയുടെ 8-ാം പേജിൽ ഇന്നൊരു വാർത്തയുള്ളത് അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഭൂപതിവ് ചട്ടവുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതിലുള്ളത് ഭൂപതിവ് ചട്ട ഭേദഗതി രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടത്തിന് 1% ഫീസ് എന്നുള്ളതാണ്. ഫീസ് നിരക്ക് പലതിനും പല രീതിയിലാണ്. ആ ഫീസ് നിരക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള വാർത്ത ഇന്ന് മാതൃഭൂമി അത്തരത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. 10 അജ്ഞാത പാർട്ടികൾക്ക് 4300 കോടി രൂപയുടെ സംഭാവന. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അന്വേഷിക്കുമെന്നുള്ളതാണ്. ഗുജറാത്തിൽ 2019 മുതൽ 2024
2014 വരെയുള്ള കാലത്താണ് ഇത്തരത്തിൽ ഇതുവരെ അജ്ഞാതമായ ഏത് പാർട്ടികളാണെന്ന് അറിയാത്ത പാർട്ടികൾക്ക് പൈസ കിട്ടിയതുമായി ബന്ധപ്പെട്ടതാണ്. ലോക് ഷാദി സത്ത പാർട്ടിക്ക് 1045 കോടി, ഭാരതീയ നാഷണൽ ദളിന് 962 കോടി എന്നിങ്ങനെ ഗരീബ് കല്യാൺ പാർട്ടി എന്നുള്ള പാർട്ടിക്ക് 138 കോടി. അങ്ങനെ ഒരു വാർത്ത ഇന്ന് മാതൃഭൂമി അത്തരത്തിലൊരു വാർത്ത കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിലുള്ള മറ്റൊരു വാർത്ത കെ സോമപ്രസാദിനെ വയോജന കമ്മീഷൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള വാർത്തയാണത്. ദേശാഭിമാനിയുടെ 5-ാം പേജിൽ അങ്ങനെ ഒരു വാർത്തയുണ്ട്. അത് ദേശാഭിമാനിയുടെ 5-ാം പേജിലാണ് ആ വാർത്തയുള്ളത്. ഉടൻ പ്രവർത്തനം തുടങ്ങും എന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു എന്നുള്ള വാർത്തയാണ് അത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വീട്ടിലുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്കെതിരെ വലിയ തരത്തിലുള്ള ആക്രമണം മക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുക അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വാർത്ത വരുന്നതിനിടയിലാണ് അത്തരത്തിലൊരു വാർത്ത നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് കേരള കൗമുദിയിൽ നിന്ന് ഉള്ളൊരു വാർത്തയാണ്. കേരള കൗമുദിയിലെ 7-ാം പേജിലാണ് ആ വാർത്ത. അത് വേടനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പരസ്പരം സംബന്ധിച്ചുള്ള ബന്ധം പീഡനമല്ലെന്ന് ഹൈക്കോടതി. വേടന് മുൻകൂർ ജാമ്യം നൽകി ചോദ്യം ചെയ്യലിനെത്തണം. വ്യക്തിയുടെ ഭാവി തകർക്കുന്ന പ്രവണതയാണ് ഇത് എന്നുള്ളതാണ്. ഇത് ധാർമ്മിക മൂല്യങ്ങളല്ല, നിയമവശങ്ങളാണ് ഇത്തരം കേസുകളിൽ തീർപ്പാക്കുന്നതിന് മാനദണ്ഡമായി ഉപയോഗിക്കുക കോടതികളെന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. അത് അത്തരത്തിലൊരു വാർത്ത ഇന്ന് 7-ാം പേജിൽ അവിടെ ഉണ്ട്. മനോരമയിൽ ഇന്ന് ഉള്ള മറ്റൊരു വാർത്ത അത് മൃഗങ്ങളെ സംബന്ധിച്ച് ഈ നായ്ക്കളുമായി ഒക്കെ ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അത് മൃഗങ്ങൾക്കുള്ള രക്തബാങ്ക് തുടങ്ങി എന്നുള്ളതാണ്. അത്തരത്തിൽ രക്തബാങ്ക് വരുന്നു. ജീവൻ രക്ഷ ഉപാധി എന്ന നിലയിൽ രക്തം നൽകുന്നതിന് രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് ഈ കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് മനോരമ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തീരുവയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാജ്യത്തെ ബാധിക്കുന്ന വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അത് പലരും പലതരത്തിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അനിശ്ചിതത്വത്തിൽ ക്രിസ്മസ് കയറ്റുമതി എന്നുള്ളൊരു വാർത്ത ഉണ്ട്. അത് പേജ് 2-ലാണുള്ളത്. അത് US തീരുവ ഓർഡറുകൾ റദ്ദാക്കി തുടങ്ങി. ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങൾ തൽക്കാലം കപ്പലിലേക്ക് കയറ്റേണ്ടെന്നും തീരുമാനം എന്നുള്ളതാണ് മനോരമ കൊടുത്തിരിക്കുന്ന വാർത്ത. മാതൃഭൂമിയുടെ 7-ാം പേജിലുള്ള വാർത്ത എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ചെമ്മീൻ എന്നുള്ളതാണ്. അത് ഉണ്ടാക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ ആ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. സഹായം തേടി സമുദ്രോൽപ്പന്ന മേഖല എന്നുള്ളതാണ് ആ വാർത്ത. അത് കഴിഞ്ഞാൽ ദേശാഭിമാനിയിൽ എന്നാൽ അതിൽ നിന്ന് മാറി മറ്റൊരു തരത്തിലാണ് ആ വാർത്തയെ അവർ അതിനെ നോക്കിക്കാണുന്നത്. അത് എന്ന് പറയുന്നത് US-മായി ചങ്ങാത്തം കൂടുന്നു എന്നുള്ളതാണ്. US-മായി ചങ്ങാത്തം തുടർന്ന് മോദി സർക്കാർ. തീരുവയിൽ ഇരട്ട പ്രഹരമേറ്റിട്ടും വിധേയത്വം. 8700 കോടി രൂപയുടെ പുതിയ പ്രതിരോധ ഇടപാടിന് നീക്കം. അത് അടുത്ത മാസം ഒപ്പിടാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ വാർത്ത. എന്നാൽ ജന്മഭൂമി ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്. അത് US നടപടിക്ക് മറുപടി 40 രാജ്യങ്ങളിലേക്ക് ഭാരത തുണിത്തരങ്ങൾ. അതായത് ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു ഈ വിഷയം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഒരു വാർത്ത കൂടിയുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള മറ്റൊരു വാർത്ത മോദിയെ വിളിച്ചു. അത് മാതൃഭൂമിയിലുള്ള വാർത്തയാണ്. അത് പലതവണ മോദിയെ വിളിച്ചു എന്നുള്ള വാർത്തയാണ്. 5 മണിക്കൂറിനകം സംഘർഷം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് അത് ഓപ്പറേഷൻ സിന്ദൂറിന് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തീരുവ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചില്ല, അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് മോദി പറഞ്ഞു എന്നുള്ള ട്രംപ് പറഞ്ഞു എന്നുള്ള വാർത്തയാണ് അത്. ഇനി ഇപ്പോൾ ഫുട്ബോളിലേക്ക് വന്നാൽ 2 ഫുട്ബോൾ വാർത്തകളുണ്ട്. അതിലൊന്ന് ഉള്ളത് മാതൃഭൂമിയിൽ തന്നെയാണ്. അത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് വിലക്ക് ഭീഷണി എന്നുള്ളതാണ്. പുതിയ ഭരണഘടന ഒക്ടോബർ 30-നകം നടപ്പിലാക്കിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഫിഫ പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് മാധ്യമത്തിലാണ് ആ വാർത്തയുള്ളത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് അത് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും. അതിന് നടക്കാനുള്ള ശ്രമം നടത്തി ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ അത്തരത്തിൽ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇതിനുള്ള മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകി. വേദിയാകാൻ അഹമ്മദാബാദ് എന്നുള്ളതാണ് ആ വാർത്ത. സ്പോർട്സുമായി ബന്ധപ്പെട്ട് 2 കൗതുക വാർത്തകൾ കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിലൊന്ന് മാതൃഭൂമിയിൽ തന്നെ ഇംഗ്ലീഷ് ടീച്ചറും വിവാഹിതരാകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് പേജ് 6-ലാണ് ആ വാർത്തയുള്ളത്. അത് ഉള്ളത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിൽ ആ വാർത്തയുടെ കൗതുകം എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചയമായിട്ടുള്ള പോപ്പ് ഗായികയായിട്ടുള്ള ടൈലർ സ്വിഫ്റ്റും US ഫുട്ബോൾ താരം ട്രാവിസ് കെൽസും വിവാഹിതരാകുന്നു എന്നുള്ളതാണ്. ഈ ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു എന്നുള്ള ആ പോസ്റ്റ് വലിയ തരത്തിൽ വൈറലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വാർത്ത നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് മനോരമയിൽ 1-ാം പേജിലുള്ള ഒരു വാർത്തയാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു
കാര്യമാണ്. അത് ആ വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു, ഓസ്കറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പപ്പ ബുക്ക എന്ന സിനിമയാണ് അത് പോകുന്നത്. പാപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട്, ഓസ്കറിൽ ഔദ്യോഗിക ന്യൂ എൻട്രി ആയിട്ട് അത് വരുന്നു എന്നുള്ളതാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊന്ന് മൊണാലിസയാണ്. മൊണാലിസയെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. അതായത് കുംഭമേളയിൽ വൈറലായ മൊണാലിസ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൈലാഷ് നായകനാകുന്ന നാഗം എന്ന ചിത്രത്തിൽ നായികയാവുന്നു എന്നുള്ളതാണ്. അവസാനമായി മാധ്യമത്തിലെ ഒരു വാർത്ത കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് മാധ്യമം പത്രത്തിൽ ഇന്ന് അവസാന പേജിലുള്ള ഒരു വാർത്തയാണ്. അത് ഒരു ആനയുടെ ചിത്രമാണ്, സാധാരണ കാണുന്ന ആനയുടെ ചിത്രം. അത് വിലയില്ല മരം എന്നുള്ളതാണ്. റബ്ബറിന് തീരെ വിലയില്ല, ആ റബ്ബർ തിന്നാൻ ഇപ്പോൾ ആന എത്തുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അത്തരത്തിൽ രണ്ട് തരം കാര്യങ്ങൾ, ഒന്ന് കാട്ടാനയുടെ ശല്യവും മറ്റൊന്ന് റബ്ബറിന് വിലയില്ല എന്ന രണ്ട് കാര്യവും ചേർത്തുകൊണ്ടൊരു ചിത്രം ഇന്ന് മാധ്യമം അവസാന പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ, വ്യത്യസ്തമായ വാർത്തകൾ, കൗതുകവും അല്ലാതെ ഒക്കെയുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെയാണ്. നമുക്കും ഇനി ഒരുപാട് വാർത്തകളുണ്ട്. ഇനി വീണ്ടും തിരിച്ച് സേതുവിലേക്ക്. ഓക്കെ ലിജോ, ശരി.